പ്രേ ദ സ്ക്രിപ്ചർ. ആ വാക്യങ്ങളൊക്കെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം. ആ വാക്യങ്ങളൊക്കെ അത് ഉപയോഗിച്ച് ദൈവത്തെ പുകഴ്ത്തുവാനും, അല്ലെങ്കിൽ നാം നേരിടുന്ന ഒരു പ്രതികൂലമോ അല്ലെ നമ്മുടെ പോരായ്മകളെപ്പറ്റി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാനോ അല്ലെ ദൈവാലോചന ചോദിക്കാനോ ഒക്കെയും ആ വാക്യങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് യാബേസിൻ്റെ പ്രാർത്ഥനയും പിന്നെ അഹരോൻ്റെ ആ അനുഗ്രഹവും ഇതൊക്കെയും നമുക്ക് നമ്മുടെ ജീവിതത്തിലെയും പ്രാർത്ഥനകളാക്കി മാറ്റാം. ആ വാക്യത്തെ ആലോചിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും കൂടെ ചെയ്യാം. അതായത് ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു വാക്യം പറയുമായിരിക്കാം, ദൈവമോ അല്ലെ മറ്റാരെങ്കിലുമോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുവെന്ന്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, അത് എങ്ങനെയായിരിക്കും പ്രാവർത്തികമായി നടക്കുന്നതെന്ന്. ഉദാഹരണത്തിന് സെഫന്യാവ് 3:17 പറയുന്നത്, ദൈവം ഘോഷത്തോടെ നമ്മളിൽ ആനന്ദിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെയൊക്കെ അടച്ചിട്ട് അതൊന്ന് പിക്ചർ ചെയ്യുവാൻ, മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുവാനായിട്ടൊരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യണം. എങ്ങനെയാണ് ബൈബിൾ ശരിയായ രീതിയിൽ ധ്യാനിക്കേണ്ടത്? 9 കാര്യങ്ങൾ വിവരിക്കുന്ന സന്ദേശം നമ്മുടെ ചാനലിൽ കാണുക. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.